ഡോക്ടർ ഷൈബ നമ്മളോട് ഇന്ന് സംസാരിക്കുന്നു രണ്ട് വിധത്തിലുള്ള ബർത്ത് കൺട്രോളിനെ കുറിച്ച്. ഒന്ന് റിതം മെത്തേഡ് ആൻഡ് ദ വിത്ഡ്രോവൽ മെത്തേഡ്. സോ ഡോക്ടർ, ഞങ്ങളോട് ഈ രണ്ട് മെത്തേഡിനെ കുറിച്ചും പറഞ്ഞു തരുമോ? അത് സേഫ് ആണോ എന്നും പറയൂ ഡോക്ടർ. റിതം മെത്തേഡ് എന്ന് പറഞ്ഞാൽ ആർത്തവത്തിൻ്റെ സൈക്കിൾ നോക്കി ബന്ധപ്പെടുകയാണ്. അതായത് 15 ദിവസം മുൻപ് ബന്ധപ്പെട്ടാൽ, അതായത് ഓവുലേറ്റിംഗ് സമയം നോക്കി അവർ ബന്ധപ്പെടുന്നു. ഇത് വളരെ അൺസേഫാണ്. അതായത് ഒരു സ്ത്രീയുടെ ഓവുലേറ്റിംഗ് സമയം അതല്ല എങ്കിൽ സേഫാണ്, അല്ലെങ്കിൽ അവൾ പ്രഗ്നൻ്റ് ആവും. അതായത് ചില സ്ത്രീകളിൽ ഇറഗുലർ പീരിയഡ്സ് കണ്ടുപിടുന്നു. അവരൊക്കെ ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത് വളരെ സേഫ് അല്ല. പിന്നെ പ്രായം കുറഞ്ഞ സ്ത്രീകളിലും ഇത് സേഫ് അല്ല. അവർക്കും റെഗുലറായി പീരിയഡ്സ് ഉണ്ടാവില്ല. ഒരു സ്ത്രീയുടെ ഓവുലേറ്റിംഗ് സമയം പോലെയാവില്ല മറ്റൊരു സ്ത്രീകളിൽ. ഈ റിതം മെത്തേഡ് നോക്കുന്ന പല സ്ത്രീകളും പിന്നീട് പ്രഗ്നൻ്റ് ആയി വരാറുണ്ട്. സോ ഇത് സേഫ് അല്ലെന്നാണോ ഡോക്ടർ? ഇത് സേഫായ മെത്തേഡേ അല്ല. ഇപ്പോൾ കല്യാണം കഴിയുകയാണെങ്കിൽ ഉടൻ തന്നെ ഒരു കുട്ടി ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതല്ലേ നല്ലത്? അതാണ് സേഫ്. അതായത് ലിംഗം പുറത്തെടുത്ത് ഫ്ലൂയിഡ് പുറത്ത് വിടുക എന്നതാണ്. പക്ഷേ പ്രീ ഇജാക്കുലേഷൻ ഫ്ലൂയിഡ് ഉണ്ടല്ലോ, അത് ഒരു ഡ്രോപ്പ് അകത്തേക്ക് പോയാലും ഒരു ഡ്രോപ്പിൽ 50,000 സ്പേംസ് ഉണ്ടാവും. അത് മാത്രം മതി കൺസീവ് ആകാൻ. അതുകൊണ്ട് ഇതൊട്ടും സേഫ് അല്ല. അങ്ങനെയെങ്കിൽ ഒരു സ്ത്രീ ഗർഭം ധരിക്കണമെങ്കിൽ ഏതെല്ലാം കാരണങ്ങളുണ്ടാവാം ഡോക്ടർ? ഞാൻ പറഞ്ഞ 4 കാര്യങ്ങളിലും കന്യാചർമ്മം പൊട്ടിയിട്ടില്ല. അതിനർത്ഥം ലിംഗം യോനിക്കകത്തോട്ട് പൂർണ്ണമായും കയറിയിട്ടില്ല എന്നാണ്. ഒന്നുകിൽ അവർ അന്യോന്യം മാസ്റ്റുർബേഷൻ ചെയ്തിരിക്കാം, അല്ലെങ്കിൽ സ്ത്രീയുടെ തുടകൾക്ക് നടുവിൽ ലിംഗം വെച്ച് വീഴ്ചയിൽ ഏർപ്പെട്ടിരിക്കാം. അതുകൊണ്ട് ശുക്ലം സ്ത്രീയുടെ തുടയിലോ അല്ലെങ്കിൽ യോനിപ്പുറത്തോ വീണിരിക്കാം. ഇങ്ങനെ വീഴുന്ന ബീജം യോനിയിലൂടെ യാത്ര ചെയ്ത് അകത്തേക്ക് പോയിരിക്കാം. ഇതിന് യോനിയിലെ സ്രാവങ്ങൾ സഹായകരമായേക്കാം. സത്യത്തിൽ ഈ ബീജം തുടയിൽ നിന്ന് ട്രാവൽ ചെയ്ത് യോനിയിലേക്ക് കയറി ട്യൂബിലൂടെ യൂട്രസിലെത്തിയേക്കാം. അങ്ങനെ അവൾ പ്രഗ്നൻ്റ് ആവുന്നു. ഈ ബീജങ്ങൾ സൈബീരിയൻ കൊക്കിനെ പോലെയാണ്. അത് സൈബീരിയയിൽ നിന്ന് യാത്ര ചെയ്ത് ബാരക്പൂർ സാങ്ച്വറി വരെ എത്തുന്നു. അത്ഭുതം തന്നെയാണ്.